ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ബാംഗ്ലൂരിലെ കലാസിപ്പാളയത്തിനടുത്തുള്ള ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ പൂക്കളുടെ ഒരു സുനാമി തന്നെയാണ് ലാൽബാഗിൽ നമുക്ക് കാണാൻ കഴിയുക. ലാൽബാഗിലേക്കുള്ള ഈ പ്രവേശന കവാടത്തിൽ എഴുതിയിരിക്കുന്നത് ദേവാലയവേ ഈ ഹൂവിന തോട്ടം എന്നാണ്. പൂക്കളുടെ ഈ ഉദ്യാനം ഒരു ദേവാലയമാണ് എന്നതാണ് മലയാള പരിഭാഷ. പ്രധാന കവാടത്തിൽ എഴുതിയിരിക്കുന്നത് തൊഴുതുകൊണ്ട് അകത്തേക്ക് വരൂ, ഇത് വൃക്ഷലതാദികളുടെ കാശിയാണ് എന്നതാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രകൃതിയോടുള്ള ഇവരുടെ വിശ്വാസമാണ്, ആരാധനയാണ്, കരുതലാണ്. കൂട്ടമായി നിൽക്കുമ്പോൾ ഏത് ചെടിക്കും ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടാവുമെന്നത് വാസ്തവമാണ്. നമ്മുടെ തോടിൻ്റെ വക്കിലൊക്കെ ഉണ്ടാകുന്ന കാട്ട് ചെടി പോലെയുള്ള ഒരു ചെടിയാണിത്. ഇത് കൂട്ടമായി ഇവിടെ സംരക്ഷിച്ച് പോരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ എത്ര സുന്ദരമാണ് ഈ ചെടികളെന്ന് നമുക്ക് അന്താളിപ്പാണ് ഉണ്ടാവുക. ഈ കാണുന്നതും നാം കാട്ടുചെടികളായി തള്ളിക്കളഞ്ഞ ഒരു കൂട്ടരാണ്. ഇവിടെ ഇങ്ങനെ കൂട്ടമായി നട്ടു വളർത്തിയിരിക്കുമ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ചന്തമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഒട്ടേറെ മരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിച്ച് പോരുന്നു. ഇവിടെയൊക്കെ പേര് പരിചയപ്പെടുത്താൻ യാതൊരു നിർവാഹവുമില്ല, കാരണം അത് നൂറുകണക്കിനുണ്ട്. ചാരുകസേലയിൽ കിടക്കുന്നത് പോലെ ഒരാളിങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ട്. ഈ കിടപ്പ് കാണാൻ നല്ല രസമുണ്ട്. ഈ കാണുന്ന മരത്തിൻ്റെ പ്രായം കണക്കാക്കാൻ തന്നെ പ്രയാസമാണ്. എന്ത് വിശാലമായാണ് ഇത് വളർന്നിരിക്കുന്നത് എന്ന് നോക്കുക. വൈറ്റ് എന്നാണ് ഈ മരത്തിൻ്റെ പേര്. ഇതിൻ്റെ സ്വദേശം മലയ ആണ്. ഗ്രൂമിങ് ചെയ്ത് വെച്ചിരിക്കുന്ന സുന്ദരമായ ചെടികൾ, വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഒട്ടേറെ ചെടികൾ, ഇതുപോലെയുള്ള ചെടികൾ നമുക്ക് ലാൽബാഗിൽ കാണാൻ പറ്റും. ചെടികളെ ഇത്രയേറെ സ്നേഹിക്കുകയും അവയെ പല രൂപത്തിലും രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്ന മറ്റ് മനുഷ്യർ വേറെ എവിടെയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാൽബാഗിൽ എവിടെയും പൂക്കളാണ്. മഴവില്ലിന് പോലും അന്യമായ നിറങ്ങളിൽ പോലും ഇവിടെ പലതരം പൂക്കളുണ്ട്. ആകാശം മൂടിക്കെട്ടി കിടപ്പാണ്. എപ്പോഴാണ് പെയ്യുക എന്നറിയില്ല. നമ്മുടെ കണ്ണിൽ ഇതുവരെ കാണാത്ത അത്രയും വ്യത്യസ്തമായ ഇനങ്ങളിലുള്ള പൂക്കളാണ് ലാൽബാഗിൽ നമുക്ക് കാണാനാവുക. ചെറിയ പോട്ടുകളിലായി എത്ര ഭംഗിയോടെയാണ് ഇവിടെ ചെറിയ ചെടികൾ തൂക്കിയിട്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഈ പ്രൗഢ സുന്ദരമായ കെട്ടിടം ലാൽബാഗ് ഹോർട്ടിക്കൾച്ചർ ഡയറക്ടറേറ്റിൻ്റെ ഓഫീസാണ്. ഇതിന് മുന്നിലുള്ള മനോഹരമായ ഒരു ഉദ്യാനമാണ് ഇത്. എത്ര വെറൈറ്റിയിലുള്ള ചെടികളും പൂക്കളുമാണ് ഇവിടെ ഉള്ളത് എന്ന് എനിക്ക് എണ്ണിത്തീർക്കാൻ തന്നെ കഴിയുന്നില്ല. പൂക്കളങ്ങൾ അല്ലെങ്കിൽ പൂന്തോട്ടങ്ങൾ ഇത്രയും മനോഹരമായി അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഇവർ തെളിയിക്കുകയാണ്. എന്തൊക്കെ വെറൈറ്റിയിലുള്ള മരങ്ങളാണ് ഇവിടെ കാണുക എന്ന് വിവരിക്കുക തന്നെ പ്രയാസം. പൂക്കൾക്ക് നിറവും സൗന്ദര്യവും കൂടുതലാണെന്ന് തോന്നുന്നു. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഇലകൾ, പൂക്കളാണെങ്കിൽ അതിലും മനോഹരം. ഈ ചെടി ഞാൻ ഇന്നുവരെ കണ്ടിട്ടേയില്ല. തടിമരം കണ്ടാൽ നമ്മുടെ ചെമ്പകം പോലുണ്ട്, പക്ഷേ ഇലയും പൂക്കളും തീർത്തും വ്യത്യാസമാണ്. ക്യാമറയിൽ ഇതിൻ്റെ മനോഹാരിത എത്രത്തോളം പകർത്താൻ കഴിയുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല. ഈ കാണുന്ന ബഗ്ഗികളിൽ നമുക്ക് ലാൽബാഗ് മുഴുവനായും ചുറ്റിക്കാണാൻ പറ്റും. ഒരാൾക്ക് 100 രൂപയോ 150 രൂപയോ ആണ് ടിക്കറ്റ്. ഇത് വെളുപ്പ് നിറത്തിലുള്ള മൊസാണ്ട ചെടിയാണ്.
എത്ര സമൃദ്ധമായാണ് ഇതിൻ്റെ പൂക്കൾ ഉള്ളത് എന്ന് നോക്കുക. നാട്ടിൽ നിന്ന് വിഭിന്നമായി പൂക്കാനും കായ്ക്കാനുമുള്ള പ്രത്യേക തരത്തിലുള്ള വളങ്ങളും മറ്റും ഇവർ കൊടുക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് റോസ് നിറത്തിലുള്ള മൊസാണ്ട, നിറയെ പൂത്തിരിക്കുന്ന ഇലകളേക്കാൾ കൂടുതൽ പൂക്കളാണ്. കടും ചുവപ്പ് നിറത്തിലുള്ള മൊസാണ്ടയാണിത്. ഇതിലും നിറയെ പൂക്കളുണ്ട്. ഈ കുഞ്ഞൻ ചെടി കൂട്ടമായി നട്ടിരിക്കുകയാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതൊരു വള്ളിച്ചെടിയാണ്. പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല പിങ്ക് നിറത്തിലുള്ള, ഈ നിറത്തിന് പിങ്കാണോ അതോ പർപ്പിളാണോ പറയുക, പക്ഷെ എന്ത് തന്നെയാലും നല്ല ഭംഗിയുണ്ട്. പൂക്കളും അതിന് തൊട്ടുള്ള മുട്ടുകളും. അടിയിൽ വളരുന്ന ചെടികൾക്ക് ഒരു ജൈവ പന്തൽ, ഇത് നമുക്കും പരീക്ഷിക്കാവുന്ന ഒരു മാതൃകയാണ്. ഈ പന്തലിന് താഴെയുള്ള ചെടികൾക്ക് വളരെ നേരിയ തോതിലുള്ള വെളിച്ചം മാത്രമേ ലഭിക്കുകയുള്ളൂ. വരണ്ട വെളിച്ചത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഇവ എന്ന് തോന്നുന്നു. ചെടികളുടെ പേരിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ പുറകിലോട്ടാണ്. ചോദിക്കാമെന്ന് വെച്ചാൽ ഇവിടെ ആരും ഇല്ലതാനും. ഏതായാലും ഇതിൻ്റെയൊക്കെ പേരറിയുന്നവർ കമൻ്റ് ചെയ്യുക. ഒരേ പൂവിൽ തന്നെ മഞ്ഞയും ഓറഞ്ച് നിറവും അരച്ചു വച്ചിരിക്കുന്ന തോട്ടവാഴ ചെടികളാണിത്. ഇവരെല്ലാം കൂട്ടമായിട്ടാണ് വളർത്തുന്നത്. അതുതന്നെയാണ് ഈ പൂന്തോട്ടത്തിൻ്റെ ഈ ചെടികളുടെ മനോഹാരിതയ്ക്ക് ഒരു കാരണം. ഒരു പൂവിന് പകരം 1000 പൂവുകൾ ഒന്നായി കാണുന്ന ആ ഒരു ഗംഭീര ദൃശ്യ ഭംഗി, അതുതന്നെയാണ് ഇവർ ഇവിടെ പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുന്നത്. പല നിറത്തിലുള്ള പൂക്കളുണ്ടാവുന്ന ചെടികൾ ഒന്നായി നട്ടുവളർത്തി പരിപാലിച്ചിരിക്കുകയാണ് ഇവിടെ. ഈ ചെടികളൊക്കെയും ഒന്നായി പൂക്കുമ്പോൾ അതൊരു ഒന്നൊന്നര ദൃശ്യമാണ്. ഇത് വാക്കുകൾ കൊണ്ടൊന്നും ഇതിൻ്റെ സൗന്ദര്യം എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നേയില്ല. നേരിട്ട് വന്ന് കാണുക തന്നെ വേണം. ഒരു ബാംഗ്ലൂർ യാത്ര ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലാൽബാഗ് ബാംഗ്ലൂരിൻ്റെ മുഖമുദ്രയായ ഒരു പൂന്തോട്ടമാണ്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില പേരുകളിലൊന്നാണ് ലാൽബാഗ്, കപ്പൺ പാർക്ക്, വിധാൻസഭ എന്നിവയൊക്കെ. ഈ പൂക്കൾക്ക് നടുവിൽ അശ്വാരൂഢനായി ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ഓറഞ്ച് നിറത്തിലുള്ള മല്ലികപ്പൂക്കൾ. പൂക്കളുടെ പ്രളയം എന്ന് നമുക്ക് പറയാനാവുമോ എന്നറിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ലാൽബാഗിൽ ഇപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. പൂക്കളുടെ ഒരു മഹാപ്രളയം. ഇത് നമ്മളെ നാട്ടിലെ തോട്ടവാഴ. പക്ഷേ ഇതിൻ്റെ പൂക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്ത് നല്ല കളറാണ്. നമ്മളെ നാട്ടിൽ ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ പുഴുക്കുത്ത് വന്നിട്ട് ഉണങ്ങി ചുരുണ്ട മാതിരി ഉണ്ടാകും പൂക്കൾ. പക്ഷേ ഈ പൂക്കൾ എന്ത് ബ്രൈറ്റാണ്, എന്ത് വലിപ്പമാണ് ഇതിനൊക്കെ എന്ന്, ഇതെങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്നൊന്ന് ചോദിക്കണമായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞു തരുമോ ട്രിക്ക്? പിന്നെ ഇതാരോടാ ചോദിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമില്ല. ഇവിടുത്തെ കെട്ടിടത്തിനെല്ലാം ഏതാണ്ട് ഈ കളറാണ് കാണുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചറിൻ്റെ ആ ബിൽഡിംഗ് നേരത്തെ കാണിച്ചില്ലേ, അതിനും ഇതേ ചുവപ്പ് കളറാണ്. ഇതെന്താണ് ഈ കെട്ടിടം എന്നൊന്നും ബോർഡൊന്നും കാണുന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെ ഒരു കെട്ടിടം കാണുന്നുണ്ട്, ഒരു ബോർഡും ഇല്ല. സ്പാനിഷ് മഹാഗണി എന്ന മരമാണിത്. ഇതിൻ്റെ വലിപ്പം നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് ഒരിക്കലും പറഞ്ഞുതരാൻ കഴിയില്ല. അത്രയും വലുതാണ്. നേരിട്ട് കണ്ടാലേ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കും. അങ്ങ് ആകാശം മുട്ടയുണ്ട് ഇതിൻ്റെ കൊമ്പുകളൊക്കെ. എവിടെ നോക്കിയാലും മല്ലിക ചെടികൾ അങ്ങനെ പൂത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കാഴ്ച അസാധ്യമാണ് കേട്ടോ. പറഞ്ഞാലും തീരൂല. നമ്മുടെ വെൽവെറ്റ് ചെടീൻ്റെ കുഞ്ഞനിനം പല കളറിലും ഇതിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ.
ഈ മരം ജാവ സ്വദേശിയാണ്. ഈ ബോർഡിൽ പേര് വ്യക്തമല്ല. രാജ്യത്തിൻ്റെ പേര് ജാവ എന്ന് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ചെമ്പകത്തിൻ്റെ ഏതാണ്ട് ആ മാതൃകയിലുള്ള ഒരു ചെടിയാണ്. നിറയെ പൂത്തിട്ടുണ്ട്. പക്ഷേ ചെമ്പകപ്പൂ പോലെ വലിയ പൂക്കളല്ല, ചെറിയ പൂക്കളാണ് ഇതിനുള്ളത്. വിടർന്നിട്ട് കാണുമ്പോൾ നമ്മൾ നന്ദ്യാർ വട്ടപ്പൂവിൻ്റെ ആ ഒരു സ്റ്റൈലാണ് ഈ പൂവിനുള്ളത്. എലഫൻ്റ് ആപ്പിൾ എന്ന മരമാണിത്. ഇന്ത്യയും സദേൺ ചൈനയും സൗത്ത് ഏഷ്യയുമാണ് ഇതിൻ്റെ ജന്മസ്ഥലം. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, വലിയ കായ്കളുണ്ട് ഇതിന്. വലിപ്പം കൊണ്ടായിരിക്കാം എലഫൻ്റ് ആപ്പിൾ എന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല ആനകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കായ് കൂടിയാണിത്. ഇത് കഴിച്ചാൽ നല്ല മത്ത് ലഭിക്കുമെന്നാണ് പറയുന്നത്. ലാൽബാഗിലെ ഏറ്റവും സുന്ദരമായ നിർമ്മിതികളിലൊന്നാണ് ഈ ഗ്ലാസ് ഹൗസ്. ഇത് മുഴുവനായും ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് ഹൗസിനുള്ളിൽ നിറയെ ചെടികളാണ്. നമ്മുടെ നാട്ടിലെ മരുത് പോലെയുണ്ട് ഈ മരത്തിൻ്റെ ഇലകൾ കാണാൻ. പക്ഷേ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാതെ അത്രയും വലുതാണ്. ഈ മരത്തെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ലാൽബാഗിലെ ഏറ്റവും നീളമുള്ള അല്ലെങ്കിൽ ഉയരമുള്ള മരമാണ് ഇത്. പേര് ക്രിസ്മസ് ട്രീ. ഇത് നന്ദി, പരമശിവനുമായി ഏറ്റവും അടുപ്പമുള്ളയാൾ. നന്ദിയുടെ ചെവിയിൽ പറയുന്ന എന്ത് ആഗ്രഹങ്ങളും സാധിക്കുമെന്നാണ് വിശ്വാസം. പ്രൈഡ് ഓഫ് ഇന്ത്യ, ക്വീൻസ് ഫ്ലവർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മരമാണിത്. ഇത് കാണപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ ചൈനയിലും ഏഷ്യയിലുമാണ്. ട്രോപ്പിക്കൽ ഏഷ്യ എന്നാണ് കാണുന്നത്. ഒരു ഫൗണ്ടന് നടുക്കുള്ള സുന്ദരമായ പ്രതിമയാണിത്. ഇതിൻ്റെ പ്രത്യേകത ഇന്ത്യയുടെ കൊടിയുടെ നിറമാണ് ഇതിൽ പെയിൻറ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ കുങ്കുമ വർണ്ണം, നടുക്ക് വെള്ള, താഴെ പച്ച. ലാൽബാഗിൻ്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇനിയുള്ള വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.